കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്ന കേന്ദ്രത്തിനെതിരായ കേരളത്തിന്റെ ഹർജി സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധിയിൽ കേന്ദ്ര ഇടപെടൽ ചോദ്യം ചെയ്ത ഹർജി 5-അംഗ ബെഞ്ച് പരിഗണിക്കും. അടിയന്തരമായി 10,000 കോടി കടമെടുക്കാൻ അനുവദിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് തള്ളി. കേരളത്തിനെതിരായ കേന്ദ്രവാദം ശരിയെന്ന് സുപ്രീം കോടതി വിധിന്യായത്തിൽ വ്യക്തമാക്കി. സുപ്രീം കോടതിയിൽ നിന്നും കേരളം പ്രതീക്ഷിച്ച ഇടക്കാലാശ്വാസം ലഭിച്ചില്ല. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിൽ കേന്ദ്ര ഇടപെടൽ ഫെഡറലിസത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന കേരളത്തിന്റെ മുഖ്യ ഹർജിയാണ് ഭരണഘടനാ ബെഞ്ചിന് വിട്ടത്. കേരളത്തിന് അധികമായി കടമെടുക്കാൻ അവകാശമില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. 10,722 കോടി കടമെടുക്കാനുള്ള അവകാശം ബോധ്യപ്പെടുത്താൻ സംസ്ഥാനത്തിനായില്ല. ഇനിയും കടമെടുക്കാൻ അവകാശമുണ്ടെന്ന വാദം തെറ്റെന്ന് ബെഞ്ച് ഓർമ്മിപ്പിച്ചു. 2017-20 കാലത്ത് അധികമായി കടമെടുത്തുവെന്ന കേന്ദ്രവാദം ശരിവെച്ചു. 2023-24 സാമ്പത്തിക വർഷവും കേരളം കടമെടുപ്പ് പരിധി മറികടന്നതായി വിധിയിൽ വ്യക്തമാക്കുന്നു. അവകാശമുള്ള തുകയിലെ കേരളത്തിന്റെ കണക്കുകളിൽ പൊരുത്തക്കേടുണ്ട്. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് ഭരണഘടനയുടെ 293-ാം അനുച്ഛേദത്തിലാണ് പ്രതിപാദിക്കുന്നത്. അനിയന്ത്രിതമായി കടമെടുക്കാൻ സംസ്ഥാനങ്ങൾക്ക് അനുമതിയുണ്ടോ എന്നതടക്കം ഭരണഘടനാ ബെഞ്ചാണ് പരിശോധിക്കേണ്ടത്. ഇക്കാര്യം ഇതുവരെ സുപ്രീം കോടതിയുടെ പരിഗണനാ വിഷയമായി വന്നിട്ടില്ലെന്നും കോടതി വ്യക്തമാക്കി. ഹർജി ഭരണഘടനാ ബെഞ്ചിന്റെ തീരുമാനത്തിന് വിട്ട നടപടിയെ സംസ്ഥാന സർക്കാർ സ്വാഗതം ചെയ്തു. ഭരണഘടനാ ബെഞ്ച് തന്നെ പരിശോധിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു എന്നുള്ളത് വളരെ പോസിറ്റീവായ കാര്യമാണ്. കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് 13,608 കോടി രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് കടമെടുക്കാൻ കഴിഞ്ഞെന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് ചൂണ്ടിക്കാട്ടി. 14-ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശയിൽ കേരളത്തിന് അനുവദിച്ച തുക അധികമായിരുന്നുവെന്ന് വ്യക്തമാക്കിയാണ് ഈ ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ 21,000 കോടി രൂപ കേന്ദ്രം വെട്ടിക്കുറച്ചത്. കേരളത്തിനെതിരായ പരാമർശങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് വിശദമായ വിധിന്യായം പുറത്തിറങ്ങിയിരിക്കുന്നത്. ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിട്ടെങ്കിലും കേന്ദ്രത്തിന്റെ വാദങ്ങളെ വലിയൊരു പരിധിവരെ ശരിവെക്കുന്നതാണ് വിധി.